എന്ന നാടാണ് രവി പട്ടേനയുടെ നടന കളരി ആയിരിക്കും. അല്ല അത് പറയുമ്പോൾ എനിക്കൊരു കാര്യം ഓർമ്മ വന്നു. നമ്മളവിടെ പിന്നെ ദുബായിൽ ഒരു പ്രോഗ്രാം ചെയ്ത സമയത്ത് മട്ടന്നൂർ ശങ്കരൻകുട്ടി വന്ന സമയത്ത് അപ്പോൾ അവിടെ എൻ്റെ ഒരു വേറെ സുഹൃത്തുണ്ട്, മട്ടന്നൂർ ശങ്കരൻകുട്ടിയുടെ ക്ലാസ്മേറ്റിൻ്റെ എൻ്റെ ഒരു സുഹൃത്തുണ്ട്, ഉണ്ണിയേട്ടൻ, ഡാൻസ് മാഷാണ്. അപ്പം അദ്ദേഹം എന്നെ പരിചയപ്പെടുത്തി കൊടുക്കണം മട്ടന്നൂർ ശങ്കരൻകുട്ടിക്ക്. ഒരു കലാകാരനാണ്. അതാണ് എവിടെ സ്ഥലം? നീലേശ്വരത്ത് പട്ടേനയാണ്. പട്ടേനയല്ലേ അങ്ങനെ വരുമെന്നാണ് പറഞ്ഞത്. അപ്പം ആ നാടിന് അങ്ങനെ അതായിരിക്കാം ചിലപ്പോൾ, പട്ടേന കൊണ്ടായിരിക്കാം ചിലപ്പോൾ. പട്ടേന അല്ല നമ്മൾ പട്ടേനക്കാരനായതുകൊണ്ടായിരിക്കും ചിലപ്പോൾ അങ്ങനെ. നീലേശ്വരം ഒരുപാട് കലാകാരന്മാർക്ക് ജന്മം നൽകിയ മണ്ണാണ്. ഒരുപാട് പ്രശസ്തരും അത്രയൊന്നും അറിയപ്പെടാതെ പോകുന്നവരുമായ നിരവധി വ്യക്തിത്വങ്ങൾ ഇവിടെയുണ്ട്, ഈ മണ്ണിലുണ്ട്. പല നാടകരംഗത്ത് പ്രത്യേകിച്ചിട്ട് ശ്രീധരേട്ടനെ പോലുള്ള, പിന്നെ മറ്റ് കഥാപ്രസംഗം, അതുപോലെ തന്നെ അഭിനയം, സിനിമ മേഖല, ഇപ്പോൾ കാവ്യയെ പോലുള്ള അങ്ങനെ ഒരുപാട് പേരുണ്ട്. ഒരു നീലേശ്വരൻകാരൻ എന്ന രീതിയിൽ പുറം ലോകത്ത് ജോലി ചെയ്യുമ്പോൾ അല്ലെങ്കിൽ കലാപ്രവർത്തനം നടത്തുമ്പോൾ എന്ത് തോന്നിയിട്ടുണ്ട്? എങ്ങനെയാണ് മറ്റുള്ളവർ അറിയപ്പെടുമ്പോൾ? തീർച്ചയായും അഭിമാനം തന്നെയല്ലേ. കാരണം ഞാൻ വേറൊരു കാര്യം കൂടെ പറഞ്ഞു. ഇപ്പം ഞാൻ ചില സ്ഥലത്ത് രവി അല്ലെങ്കിൽ പട്ടേന, ഈ പട്ടേന എന്നുള്ള പേരിലാണ് ഞാൻ പല സ്ഥലത്തും UAE മൊത്തം വിളിക്കുന്നത്. ചില നാടകപ്രവർത്തകർ രവി എന്ന് പോലും വിളിക്കാറില്ല, ആര് പട്ടേന എന്നാണ് വിളിക്കുക. അത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് പേര് വിളിക്കുന്ന സന്തോഷം, അതിനെക്കാട്ട് സന്തോഷം ഇത് കേൾക്കുമ്പോഴാണ്. നാടിന്റെ പേരിൽ നമ്മൾ വിളിക്കുമ്പോൾ പല അംഗീകാരമാണ്, ഒരു ബലമാണ്. അതെ അതെ അതെ. കാരണം പല ആൾക്കാരും പറയില്ല അത് പട്ടേന വരും അല്ലെങ്കിൽ പട്ടേന വിളിക്കാം എന്ന് പറയുമ്പോൾ അത് കേൾക്കുമ്പോൾ തന്നെ വലിയ സന്തോഷമാണ്. അപ്പോൾ ഈ ചെറിയ ഒരു ഇടവേളയിൽ, പ്രവാസ ജീവിതത്തിൻ്റെ ആ ഇടവേളകളിൽ നാട്ടിലെത്തിയ സമയത്ത് സീനറ്റിൻ്റെ പ്രേക്ഷകരുമായിട്ട് കുറച്ചു നേരം അങ്ങയുടെ കലാജീവിത അനുഭവങ്ങൾ, നാടകാനുഭവങ്ങൾ പങ്കുവെക്കാൻ കഴിഞ്ഞതിൽ ഞങ്ങളും കൃതാർത്ഥരാണ്. തീർച്ചയായിട്ടും രവി പട്ടേനയ്ക്ക് ഇനിയും നാടകരംഗത്തും അഭിനയരംഗത്തും ദീപസംവിധാന രംഗത്തും നേരത്തെ പറഞ്ഞ സ്വപ്നം യാഥാർത്ഥ്യമാക്കിക്കൊണ്ട് അഭിനയവും ദീപസംവിധാനവും ഒന്നിച്ച് മുന്നോട്ട് കൊണ്ടുപോയിട്ടുള്ള സോളോ നാടക രംഗത്തും ഒക്കെ തൻ്റേതായ ഇടം അടയാളപ്പെടുത്തിക്കൊണ്ട് ഇനിയും ഒരുപാട് നേട്ടങ്ങൾ കൈവരിക്കാൻ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു. വിജയപ്പടവുകൾ ഇനിയും ചവിട്ടിക്കയറി മുന്നോട്ട് പോകാൻ ഞങ്ങളുടെ എല്ലാ പിന്തുണയും പ്രോത്സാഹനവും നൽകുന്നു. ഈ വിലയേറിയ സമയം ഞങ്ങൾക്ക് വേണ്ടി തന്നതിന് നന്ദി. ഒരു അഭ്യർത്ഥന കൂടിയുണ്ട്, പറഞ്ഞോളൂ. അതായത് ഇപ്പോൾ ജനശക്തി ഇപ്പം അടുത്ത മാസം ഒരു നാടകം ചെയ്യാനുള്ളൊരു പ്ലാനിങ്ങിനാണുള്ളത്. സുരേഷ് ബാബു, മനോജ് നാരായണന്റെ സംവിധാനത്തിൽ ഒരു നാടകം ചെയ്യാനുള്ള തയ്യാറെടുപ്പിലാണ്. കരുവള്ളൂർ മുരളിയേട്ടനായ ശീർഷഗാനം, അവതരണ ഗാനം എഴുതുക. അപ്പം അതിൻ്റെ ഒരു തയ്യാറെടുപ്പിലാണുള്ളത്. അപ്പോൾ അതിന് എല്ലാ പ്രേക്ഷകരുടെയും പിന്തുണയും പ്രോത്സാഹനവും ഈ അവസരം. തീർച്ചയായിട്ടും അത് നീലേശ്വരത്തിന് അഭിമാനമാണ്. കാരണം ജനശക്തി വളരെ ശക്തമായ ഒരു ടീമിൻ്റെ ഒരു നാടകവുമായിട്ട് ഈ വർഷം പ്രേക്ഷകരുടെ മുന്നിലെത്തുമ്പോൾ തീർച്ചയായിട്ടും നീലേശ്വരത്തിൻ്റെയും സീനറ്റിൻ്റെയും ഒക്കെ പിന്തുണ, പ്രോത്സാഹനം തീർച്ചയായിട്ടും ആ നാടകത്തിനുണ്ടാവും. ആ നാടകം വടക്കൻ കേരളത്തിൻ്റെ അല്ലെങ്കിൽ കേരളത്തിൻ്റെ മുഴുവൻ വേദികളിൽ വളരെ ശക്തമായ അവതരണ പാഠങ്ങൾ രചിക്കാൻ തീർച്ചയായിട്ടും അതിന് സാധിക്കട്ടെ എന്ന് നമുക്കും ആശംസിക്കാം. കാവ്യസൗഹൃദത്തിൻ്റെ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ്. അടുത്ത ആഴ്ച മറ്റൊരു കലാകാരൻ്റെ, എഴുത്തുകാരൻ്റെ കലാവഴികളിലെ, എഴുത്തുവഴികളിലെ വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരെ നന്ദി, നമസ്കാരം.